ആയുർവേദം അനുസരിച്ച് പറയുമ്പോൾ വീക്കെൻഡ് അഗ്നി അല്ലെങ്കിൽ അഗ്നിമാന്ദ്യം കൊണ്ടുണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ലേറ്റസ്റ്റ് റിസർച്ച് അനുസരിച്ച് നമ്മൾ ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ തൈറോയിഡ് വരുമ്പോഴത്തേക്കും വണ്ണം കൂടുന്നതുകൊണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട് ചോറ് മാറ്റി നമ്മൾ ചപ്പാത്തിയിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ചപ്പാത്തി, മൈദ അടങ്ങിയിട്ടുള്ള പൊറോട്ട, ബ്രെഡ് തുടങ്ങിയത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. രണ്ടാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുള്ള ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോലി, അതുപോലെ തന്നെ സ്ട്രോബെറി, പിന്നെ സോയ പ്രോഡക്റ്റ്, സോയാബീൻ, സോയ ചങ്ക്സ്, സോയയുടെ പ്രോഡക്ട്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗോയിട്രോജൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈറോയിഡിന് അയഡിനെ യൂസ് ചെയ്യാനായിട്ട് ഒരു ഹിൻഡ്രൻസ് ഉണ്ടാക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് പാലും പാലിൻ്റെ പ്രോഡക്ട്സും ആണ്. അതായത് പാലിൻ്റെ പ്രോഡക്ട്സ് ആയിട്ടുള്ള പനീറൊന്നും അത്രയും പ്രശ്നമില്ല, പക്ഷെ പാൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. മധുരക്കിഴങ്ങിൽ ധാരാളം ഗുണങ്ങളുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. പക്ഷേ തൈറോയ്ഡ് ഉള്ളവർ മധുരക്കിഴങ്ങും കപ്പയും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഡയറ്റ് ഹാബിറ്റ്സ് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസ്, അതായത് നടത്തം പോലുള്ള വ്യായാമം ചെയ്യുന്നതും നല്ലതാണ്. നോർമൽ ഉപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്.